നമ്മൾ എന്താണ് ഈക്വൈ പൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറഞ്ഞു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈക്വൈ പൊട്ടൻഷ്യൽ സർഫസിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ആണ്. അതിൽ ആദ്യത്തെ പ്രോപ്പർട്ടി, നോ വർക്ക് ഈസ് ഡൺ ഇൻ മൂവിങ് എ ടെസ്റ്റ് ചാർജ് ഓവർ ആൻ ഈക്വൈ പൊട്ടൻഷ്യൽ സർഫസ്. അതായത് ഫസ്റ്റത്തെ പ്രോപ്പർട്ടി പറയുന്നത്, നമ്മുടെ കയ്യിൽ ഒരു ഈക്വൈ പൊട്ടൻഷ്യൽ സർഫസ് ഉണ്ടെങ്കിൽ അതിലൊരുപാട് പോയിന്റുകൾ ഉണ്ടായിരിക്കും. അതിൽ തന്നെ ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് നമുക്ക് ഒരു ചാർജിനെ മൂവ് ചെയ്യണമെങ്കിൽ വർക്ക് ചെയ്യേണ്ട ആവശ്യം ഇല്ല. അതായത് നോ വർക്ക് ഈസ് ഡൺ ഇൻ മൂവിങ് എ ടെസ്റ്റ് ചാർജ്, അതായത് Q0 അതുമല്ലെങ്കിൽ Q ഓവർ ആൻ ഈക്വൈ പൊട്ടൻഷ്യൽ സർഫസ്. അതായത് ഈക്വൈ പൊട്ടൻഷ്യൽ സർഫസിൽ കൂടി ഒരു ചാർജിനെ മൂവ് ചെയ്യാനായി, ഒരു ടെസ്റ്റ് ചാർജിനെ മൂവ് ചെയ്യാനായി നമുക്ക് വർക്കിൻ്റെ ആവശ്യം ഇല്ല. നമുക്ക് എങ്ങനെ ഈ ഒരു പ്രോപ്പർട്ടി പ്രൂവ് ചെയ്യാനായി സാധിക്കും? അതിനുവേണ്ടി നേരത്തെ ഫിഗർ നമ്മൾ എടുക്കുകയാണ്. ഈ സ്ഫെറിക്കൽ സർഫസ്, നമ്മുടെ സർക്കിളാണ് വരച്ചിരിക്കുന്നത് എങ്കിൽ കൂടി അതൊരു സ്ഫെറിക്കൽ സർഫസ് ആണെന്ന് വിചാരിക്കുന്നു. അതിൽ 2 പോയിന്റുകൾ എടുത്തിരിക്കുന്നു. ആ സ്ഫെറിക്കൽ സർഫസ് ഒരു ഈക്വൈ പൊട്ടൻഷ്യൽ സർഫസും കൂടിയാണെന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. ആ ഈക്വൈ പൊട്ടൻഷ്യൽ സർഫസിലെ 2 പോയിന്റുകൾ നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നു. ഒന്ന് പോയിന്റ് എ, രണ്ടാമത്തേത് പോയിന്റ് ബി. ഇനി ആ സർഫസിലുള്ള ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും അവിടെയുള്ള പൊട്ടൻഷ്യൽ സെയിം ആണെന്ന് മുൻപേ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതായത് എ എന്ന് പറയുന്ന പോയിന്റിലെ പൊട്ടൻഷ്യൽ VA ആണെന്ന് വിചാരിക്കുന്നു, ബി എന്ന് പറയുന്ന പോയിന്റിലെ പൊട്ടൻഷ്യൽ VB ആണെന്നും വിചാരിക്കുന്നു. എയും ബിയും ഒരു ഈക്വൈ പൊട്ടൻഷ്യൽ സർഫസിലെ പോയിന്റുകൾ ആയതുകൊണ്ട് VA ഈക്വൽ ടു VB എന്ന് നമുക്ക് എഴുതാം. അതായത് VA ഈസ് ഈക്വൽ ടു VB. കാരണം എയും ബിയും ഒരു ഈക്വൈ പൊട്ടൻഷ്യൽ സർഫസിലെ തന്നെ 2 പോയിന്റുകളാണ്. ഇനി നമ്മൾ പണ്ട് പഠിച്ച ഒരു ഇക്വേഷനാണ്, അതായത് ഈ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ തന്നെ കുറച്ച് ക്ലാസ്സുകൾക്ക് മുമ്പ് നമ്മൾ പഠിച്ച ഇക്വേഷനാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ്. നമ്മൾ എ എന്ന് പറയുന്ന പോയിന്റ് എടുക്കുന്നു, അതിൻ്റെ അപ്പുറത്ത് ബി എന്ന് പറയുന്ന പോയിന്റ് എടുക്കുന്നു. ഈ 2 പോയിന്റുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് VAB ഇസ് ഈക്വൽ ടു VA മൈനസ് VB ഇസ് ഈക്വൽ ടു WBA ഡിവൈഡഡ് ബൈ Q. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെ Q0 എന്ന് കൊടുക്കാം. നമ്മൾ എടുക്കുന്നത് ഒരു യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജിനെ ആണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ Q0 എന്നും വേണമെങ്കിൽ എടുക്കാം. ഈ ഇക്വേഷനിൽ നിന്ന് മനസ്സിലാകുന്ന കാര്യം, എ എന്ന് പറയുന്ന പോയിന്റിലാണ് ഹയർ പൊട്ടൻഷ്യൽ, ബി എന്ന് പറയുന്ന പോയിന്റിലാണ് ലോവർ പൊട്ടൻഷ്യൽ. അതുകൊണ്ടാണ് VAB is equal to VA മൈനസ് VB വന്നത്. പക്ഷെ നമ്മളൊരു ചാർജിനെ മൂവ് ചെയ്യേണ്ടത് എയിൽ നിന്ന് ബിയിലേക്കല്ല, ബിയിൽ നിന്ന് എയിലേക്കാണ്, എഗെയിൻസ്റ്റ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സസ്. അതുകൊണ്ടാണ് WBA ഡിവൈഡഡ് ബൈ Q0 എന്ന് വന്നത്. ഇനി ആദ്യത്തെ ടേം, രണ്ടാമത്തെ ടേം, മൂന്നാമത്തെ ടേം, അതിൽ നമ്മൾ രണ്ടാമത്തെയും മൂന്നാമത്തെയും ടേം കൺസിഡർ ചെയ്യാം. അതായത് VA മൈനസ് VB is equal to WBA ഡിവൈഡഡ് ബൈ Q0. അതിൽ നിന്ന് WBAക്കുള്ള ഇക്വേഷൻ നമ്മൾ കണ്ടെത്തുന്നു. അതിനുവേണ്ടി Q0യെ ലെഫ്റ്റിലേക്ക് കൊണ്ടുവന്നാൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? WBA is equal to VA മൈനസ് VB ഇൻറ്റു Q0. ടെസ്റ്റ് ചാർജാണ് എടുക്കുന്നതെങ്കിൽ ഒരുപക്ഷെ നിങ്ങളവിടെ Q0 കൊടുക്കേണ്ടതായി വരും. സാധാരണ ചാർജ് ആണെങ്കിൽ Q കൊടുത്താൽ മതി. ടെസ്റ്റ് ചാർജ് ആണെങ്കിൽ, യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജ് ആണെങ്കിൽ Q0 കൊടുക്കാം. എന്ത് തന്നെയായാലും വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇൻറ്റു ചാർജ് എന്ന് നമുക്ക് വേണമെങ്കിൽ എഴുതാം. WBA is equal to VA മൈനസ് VB ഇൻറ്റു Q0. നമുക്കറിയാം 2 പോയിന്റുകൾ നമ്മളൊരു ഈക്വൈ പൊട്ടൻഷ്യൽ സർഫസിലാണ് എടുക്കുന്നതെങ്കിൽ VA ഈക്വൽ ടു VB ആയിരിക്കും. അതായത് ഇവിടെയുള്ള WBA എന്ന് പറയുന്നത്, അതായത് വർക്ക് ഡൺ ടു മൂവ് എ ചാർജ് ഫ്രം B to A, പോയിന്റ് ബിയിൽ നിന്ന് പോയിന്റ് എയിലേക്ക് ഒരു ചാർജിനെ മൂവ് ചെയ്യാനായിട്ടുള്ള വർക്ക് ഡൺ ആണ് WBA. അൺഫോർച്ചുനേറ്റ്ലി 2 പോയിന്റുകളും ഒരു ഈക്വൈ പൊട്ടൻഷ്യൽ സർഫസിലാണ് ഉള്ളതെങ്കിൽ VA ഈക്വൽ ടു VB ആയിരിക്കും. അതായത് ഈ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന ഭാഗം 0 ആയി പോകും. VA ഈക്വൽ ടു VB, അതായത് WBA ഈക്വൽ ടു 0 ഇൻറ്റു Q0 വിച്ച് ഇസ് ഈക്വൽ ടു 0. WBA ഇസ് ഈക്വൽ ടു 0. ഇവിടെ വർക്ക് ഡൺ 0 ആകുന്നത് എപ്പോൾ മാത്രമാണ്? നമ്മളെടുക്കുന്ന പോയിന്റുകൾ ഒരു ഈക്വൈ പൊട്ടൻഷ്യൽ സർഫസിൽ ആണെങ്കിൽ മാത്രം. ഒന്ന് ചുരുക്കി പറയാം, നമ്മുടെ പോയിന്റ്, ആദ്യത്തെ പോയിന്റ് നമ്മൾ ഒന്നുകൂടി ചുരുക്കി പറയുന്നു. നോ വർക്ക് ഈസ് ഡൺ ഇൻ മൂവിങ് എ ടെസ്റ്റ് ചാർജ് ഓവർ എ ഈക്വൈ പൊട്ടൻഷ്യൽ സർഫസ്. ഒരു ഈക്വൈ പൊട്ടൻഷ്യൽ സർഫസിലുള്ള ഏതെങ്കിലും 2 പോയിന്റുകൾ, ആ 2 പോയിന്റുകളിൽ നിന്ന്
ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് ചാർജിനെ മൂവ് ചെയ്യാനായിട്ട് നമുക്ക് വർക്കിൻ്റെ ആവശ്യം ഇല്ല. രണ്ടാമത്തെ പ്രോപ്പർട്ടി, ഈക്വൽ പൊട്ടൻഷ്യൽ സർഫസ് ഓഫ് എ നെഗറ്റീവ് ഓർ എ പോസിറ്റീവ് ചാർജ്. അതായത് ഒരു പോസിറ്റീവ് ചാർജിന് ചുറ്റുമുള്ള ഈക്വൽ പൊട്ടൻഷ്യൽ സർഫസ് എങ്ങനെയായിരിക്കും, ഒരു നെഗറ്റീവ് ചാർജിന് ചുറ്റുമുള്ള ഈക്വൽ പൊട്ടൻഷ്യൽ സർഫസ് എങ്ങനെയായിരിക്കും. നമുക്കറിയാം പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്, പ്രത്യേകിച്ച് ഡയറക്ഷൻ ഒന്നും തന്നെ ഇല്ല. അതേപോലെ ഈക്വൽ പൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറയുന്നത് ഒരു സർഫസ് മാത്രമാണ്. ഒരു പോസിറ്റീവ് ചാർജിന് ചുറ്റും നമുക്ക് എത്ര ഈക്വൽ പൊട്ടൻഷ്യൽ സർഫസുകൾ വരയ്ക്കാൻ പറ്റും? ഒരുപാട് ഈക്വൽ പൊട്ടൻഷ്യൽ സർഫസുകൾ വേണമെങ്കിൽ വരയ്ക്കാൻ സാധിക്കും. ഞാൻ സെൻറ്ററിൽ ഒരു പോസിറ്റീവ് ചാർജ് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു എക്സാമ്പിളായി പറയുകയാണ്, അതിൽ നിന്ന് 1 മീറ്റർ അകലെ നമ്മളൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ആ പോയിന്റിൽ 1 മീറ്റർ അകലെ ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും എല്ലാ പോയിന്റുകളിലും ഒരേ പൊട്ടൻഷ്യൽ തന്നെയായിരിക്കും. എല്ലാ പോയിന്റുകളെയും കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് ഒരു സ്ഫെറിക്കൽ സർഫസ് ആണ്. അങ്ങനെയെങ്കിൽ അത് ഒരു ഈക്വൽ പൊട്ടൻഷ്യൽ സർഫസ് ആണ്. അപ്പോൾ ആദ്യത്തെ ഈക്വൽ പൊട്ടൻഷ്യൽ സർഫസ് നമ്മൾ വരച്ചിരിക്കുന്നു. ഇത് നമ്മൾ വരച്ചിരിക്കുന്ന ഒരു സർക്കിൾ ആണെങ്കിലും അതൊരു സ്ഫെറിക്കൽ സർഫസ് ആണ്, ആദ്യത്തെ ഈക്വൽ പൊട്ടൻഷ്യൽ സർഫസ്. ഇനി വേണമെങ്കിൽ നമുക്ക് രണ്ടാമത്തെ ഈക്വൽ പൊട്ടൻഷ്യൽ സർഫസ് വരയ്ക്കാം. ഒരു പക്ഷേ അത് 1.5 മീറ്റർ അകലെയായിരിക്കും, അതും അല്ലെങ്കിൽ 2 മീറ്റർ അകലെയായിരിക്കും. ഇഷ്ടമുള്ള ഒരു ഡിസ്റ്റൻസ് എടുക്കുന്നു, ആ ഡിസ്റ്റൻസിലുള്ള എല്ലാ പോയിന്റുകളിലും, അതായത് പോസിറ്റീവ് ചാർജിൽ നിന്ന് ഒരു എക്സാമ്പിളായി പറയാം, പോസിറ്റീവ് ചാർജിൽ നിന്ന് 1.5 മീറ്റർ അകലെയുള്ള എല്ലാ പോയിന്റുകളിലും ഒരേ പൊട്ടൻഷ്യൽ തന്നെയായിരിക്കും. എല്ലാ പോയിന്റുകളെയും കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് വേറെ ഒരു സ്ഫെറിക്കൽ സർഫസ് ആണ്. അത് മറ്റൊരു ഈക്വൽ പൊട്ടൻഷ്യൽ സർഫസ് ആണ്. രണ്ടാമത്തെ ഈക്വൽ പൊട്ടൻഷ്യൽ സർഫസ് ഞാൻ വരച്ചിട്ടുണ്ട്, സർക്കിൾ അല്ല, അതൊരു സ്ഫെറിക്കൽ സർഫസ് ആണ്. മൂന്നാമത്തെ ഏകദേശം ഒരു 2 മീറ്റർ അകലെയോ അതല്ലെങ്കിൽ ഒരു 3 മീറ്റർ അകലെയോ നമ്മളൊരു പോയിന്റ് എടുത്തു. സെൻട്രൽ വെച്ചിരിക്കുന്ന പോസിറ്റീവ് ചാർജിൽ നിന്ന് നമ്മൾ 2 മീറ്റർ അകലെയോ അതല്ലെങ്കിൽ ഒരു 3 മീറ്റർ അകലെയോ നമ്മളൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ആ 3 മീറ്റർ അകലെയുള്ള എല്ലാ പോയിന്റുകളിലും ഒരേ പൊട്ടൻഷ്യൽ തന്നെയായിരിക്കും. ആ പോയിന്റുകളെല്ലാം നമ്മൾ ഒരുമിച്ച് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും കിട്ടാൻ പോകുന്നത് ഒരു സ്ഫെറിക്കൽ സർഫസ് തന്നെയായിരിക്കും. അതും ഒരു ഈക്വൽ പൊട്ടൻഷ്യൽ സർഫസ് തന്നെയാണ്. അങ്ങനെയെങ്കിൽ എത്ര ഡിസ്റ്റൻസ് അകലെ വേണമെങ്കിലും നിങ്ങൾക്ക് ഈക്വൽ പൊട്ടൻഷ്യൽ സർഫസുകളെ കൺസിഡർ ചെയ്യാം. അതായത് ഒരു പോസിറ്റീവ് ചാർജിന് ചുറ്റും നമുക്ക് അനേകം ഈക്വൽ പൊട്ടൻഷ്യൽ സർഫസുകൾ വരയ്ക്കാൻ പറ്റും. എല്ലാം സ്ഫെറിക്കൽ ഷേപ്പാണ്. അതായത് ഒരു പോസിറ്റീവ് ചാർജിന് ചുറ്റുമുള്ള എല്ലാ ഈക്വൽ പൊട്ടൻഷ്യൽ സർഫസുകളും സ്ഫെറിക്കൽ ഷേപ്പാണ്. ഇതൊരു ഐസൊലേറ്റഡ് ചാർജാണ്, പോയിന്റ് ചാർജാണ്, ഐസൊലേറ്റഡ് ചാർജാണ്. ഇതിന് ചുറ്റും മറ്റുള്ള ചാർജുകൾ ഒന്നും തന്നെ ഇല്ല. ഇവിടെ നെഗറ്റീവ് ചാർജ് ഞാൻ ഇതിൻ്റെ അടുത്ത് വരച്ചിട്ടുണ്ടെങ്കിലും അതും ഐസൊലേറ്റഡ് ആണ്. രണ്ട് പോയിന്റുകളും ഒരുമിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും ഒരുമിച്ച് വരച്ചിരിക്കുന്നത്. ആദ്യം നമ്മൾ പോസിറ്റീവ് ചാർജിനെ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അതിന് ചുറ്റും മറ്റുള്ള ചാർജുകളുടെ സാന്നിധ്യം ഒന്നും തന്നെയില്ല. അതൊരു ഐസൊലേറ്റഡ് പോസിറ്റീവ് ചാർജാണ്, ഒരു പോയിന്റ് ചാർജും കൂടിയാണ്. അങ്ങനെയെങ്കിൽ അതിന് ചുറ്റുമുള്ള എല്ലാ ഈക്വൽ പൊട്ടൻഷ്യൽ സർഫസുകളും സ്ഫെറിക്കൽ സർഫസുകളാണ്. എല്ലാ സർഫസുകളുടെയും എല്ലാ ഈക്വൽ പൊട്ടൻഷ്യൽ സർഫസുകളുടെയും അതുമല്ലെങ്കിൽ എല്ലാ സ്ഫെറിക്കൽ സർഫസുകളുടെയും സെൻറ്റർ ഒന്ന് തന്നെയാണ്. അതായത് നമ്മൾ ഈ കോൺസെൻട്രിക് സർക്കിൾസ് എന്ന് പറയുന്നത് പോലെ വേണമെങ്കിൽ നമുക്ക് കോൺസെൻട്രിക് സ്ഫിയേഴ്സ് എന്നും പറയാനായി സാധിക്കും. അപ്പോൾ ഇത്രയുമാണ് നമുക്കൊരു പോസിറ്റീവ് ചാർജിന് ചുറ്റുമുള്ള ഈക്വൽ പൊട്ടൻഷ്യൽ സർഫസുകളെ കുറിച്ച് പറയാനായിട്ടുള്ളത്. ഇതേ രീതിയിൽ തന്നെയായിരിക്കും ഒരു നെഗറ്റീവ് ചാർജിന് ചുറ്റുമുള്ള ഈക്വൽ പൊട്ടൻഷ്യൽ സർഫസുകളും. ആദ്യത്തെ ഈക്വൽ പൊട്ടൻഷ്യൽ സർഫസ് വരച്ചിട്ടുണ്ട്, രണ്ടാമത്തേത് വരച്ചിട്ടുണ്ട്, മൂന്നാമത്തേത് വരച്ചിട്ടുണ്ട്. എല്ലാം സ്ഫെറിക്കൽ ഷേപ്പാണ്, എല്ലാം കോൺസെൻട്രിക് സ്ഫിയേഴ്സും കൂടിയാണ്. അതായത് പോസിറ്റീവ് ചാർജിന് ചുറ്റുമുള്ള ഈക്വൽ പൊട്ടൻഷ്യൽ സർഫസുകളും സ്ഫെറിക്കലാണ്, നെഗറ്റീവ് ചാർജിന് ചുറ്റുമുള്ള ഈക്വൽ പൊട്ടൻഷ്യൽ സർഫസുകളും സ്ഫെറിക്കലാണ്. എല്ലാതിൻ്റെയും സെൻറ്റർ ഒന്ന് തന്നെയാണ്. നിങ്ങൾക്ക് ഒരുപാട് സ്ഫിയറുകൾ ആ ചാർജുകൾക്ക് ചുറ്റും വരയ്ക്കാനായി സാധിക്കും. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ പോയിന്റ്, ഈക്വൽ പൊട്ടൻഷ്യൽ സർഫസ് ഓഫ് എ നെഗറ്റീവ് ചാർജ് ഓർ എ പോസിറ്റീവ് ചാർജ്. Equal potential surface of two equal and opposite charges. Two equal and opposite charges എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ആ സിസ്റ്റത്തിനെ ഒരു ഇലക്ട്രിക് ഡൈപോൾ ആയിട്ട് കൺസിഡർ ചെയ്യാം. അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെയധികം ചെറുതാണെങ്കിൽ. നോക്കാം, ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജുകൾ ആണ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അവർക്ക് ചുറ്റുമുള്ള ഈക്വൽ പൊട്ടൻഷ്യൽ സർഫസുകൾ ഏത് രീതിയിലായിരിക്കും അലൈൻ ചെയ്യുക. ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് ആണെങ്കിൽ നമുക്കറിയാം, ഒരെണ്ണം പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ രണ്ടാമത്തേത് നെഗറ്റീവ് ചാർജ് ആയിരിക്കും.
ഒന്നാമത്തേത് 1 കൂളമാണെങ്കിൽ +1 കൂളമാണെങ്കിൽ രണ്ടാമത്തേത് -1 കൂളമായിരിക്കും. ഈ രണ്ട് ചാർജുകൾക്ക് ചുറ്റുമുള്ള ഈക്വൈ പൊട്ടൻഷ്യൽ സർഫസുകൾ ഏത് രീതിയിലായിരിക്കും അലൈൻ ചെയ്തിട്ടുണ്ടാവുക? രണ്ട് ഈക്വലന്റ് ഓപ്പോസിറ്റ് ചാർജുകൾ ആയതുകൊണ്ട് തന്നെ അവർ തമ്മിൽ എന്തുണ്ടായിരിക്കും? ഒരു അട്രാക്ഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ആ അട്രാക്ഷൻ നമ്മൾ ഇവിടെ സിംബോളിക്കായിട്ട് റെപ്രസെൻറ്റ് ചെയ്യണം. ഇത് പോസിറ്റീവ് ചാർജ് ആണ്, ഇത് നെഗറ്റീവ് ചാർജ് ആണ്. അവർക്ക് ചുറ്റുമുള്ള ഈക്വൈ പൊട്ടൻഷ്യൽ സർഫസുകൾ ഒരു സ്ഫെറിക്കൽ സർഫസ് തന്നെയാണ്, പക്ഷേ അത് കോൺസെൻട്രിക് സർഫസുകൾ ആയിരിക്കില്ല. കോൺസെൻട്രിക് സ്ഫെറിക്കൽ സർഫസുകൾ ആയിരിക്കില്ല. ആ ഈക്വൈ പൊട്ടൻഷ്യൽ സർഫസുകൾ തമ്മിൽ ചെറിയൊരു അട്രാക്ഷൻ പോലെ നമുക്ക് തോന്നും. നോക്കുക, പോസിറ്റീവ് ചാർജിന് ചുറ്റുമുള്ള ആദ്യത്തെ ഈക്വൈ പൊട്ടൻഷ്യൽ സർഫസ് ഒരു സ്ഫെറിക്കൽ സർഫസ് ആണ്. രണ്ടാമത്തേതും ഒരു സ്ഫെറിക്കൽ സർഫസ് തന്നെയാണ്. മൂന്നാമത്തേതും ഒരു സ്ഫെറിക്കൽ സർഫസ് തന്നെയാണ്. ആദ്യത്തെ പ്രോപ്പർട്ടിയിൽ നിന്ന്, അതായത് ഒരു പോസിറ്റീവ് ചാർജിന് ചുറ്റുമുള്ള മാത്രം ഈക്വൈ പൊട്ടൻഷ്യൽ സർഫസുകൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടിയിരുന്നു? ആ കോൺസെൻട്രിക് സ്ഫിയേഴ്സ് കിട്ടിയിരുന്നു. ഇവിടെ ചെറിയൊരു മാറ്റമുണ്ട്, സ്ഫിയറുകൾ തന്നെയാണ്, പക്ഷേ അത് കോൺസെൻട്രിക് സ്ഫിയറുകളല്ല. ഇവിടെ നോക്കൂ, ഇത് നെഗറ്റീവ് ചാർജ് ആണ്. അതിന് ചുറ്റുമുള്ള ഈക്വൈ പൊട്ടൻഷ്യൽ സർഫസുകൾ സ്ഫെറിക്കൽ സർഫസുകൾ തന്നെയാണ്. ആദ്യത്തെ പ്രോപ്പർട്ടിയിൽ നമ്മൾ പറഞ്ഞു, ഒരു നെഗറ്റീവ് ചാർജ് മാത്രമേ ഉള്ളുവെങ്കിൽ ആ നെഗറ്റീവ് ചാർജിന് ചുറ്റുമുള്ള ഈക്വൈ പൊട്ടൻഷ്യൽ സർഫസുകൾ സ്ഫെറിക്കൽ സർഫസുകളായിരിക്കും, കോൺസെൻട്രിക് സ്ഫെറിക്കൽ സർഫസുകളായിരിക്കും. ഇവിടെ ചെറിയൊരു മാറ്റം, സർഫസുകൾ തന്നെയാണ്, പക്ഷേ എല്ലാ സർഫസുകളുടെയും സെൻറ്റർ, എല്ലാ സ്ഫിയറുകളുടെയും സെൻറ്റർ ഒന്ന് തന്നെയല്ല. അതുകൊണ്ട് ഒരു നെഗറ്റീവ് ചാർജും ഒരു പോസിറ്റീവ് ചാർജും, ഇത് പോസിറ്റീവ് ആണ്, ഇത് നെഗറ്റീവ് ആണ്, രണ്ട് ചാർജുകൾ നമ്മൾ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ, വേണമെങ്കിൽ ഒരു ഇലക്ട്രിക് ഡൈപോളായിട്ട് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം, ഒരു പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും അടുത്ത് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ചുറ്റുമുള്ള ഈക്വൈ പൊട്ടൻഷ്യൽ സർഫസുകൾ ഈ രീതിയിലായിരിക്കും അലൈൻ ചെയ്യുക. ഒരു അട്രാക്ഷൻ പോലെ നമുക്ക് തോന്നാം. അതായത് പോസിറ്റീവിനും നെഗറ്റീവിനും ഇടയിലുള്ള ആ സ്പേസിൽ ഈക്വൈ പൊട്ടൻഷ്യൽ സർഫസുകൾ തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് കുറവായിരിക്കും. രണ്ട് എൻഡിലും, എൻ്റെ ലെഫ്റ്റ് ഭാഗത്തും എൻ്റെ റൈറ്റ് ഭാഗത്തും ഈക്വൈ പൊട്ടൻഷ്യൽ സർഫസുകൾ തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ആ ഒരു ഗ്യാപ്പ് ഒരല്പം കൂടുതലായിരിക്കും. ഈ രീതിയിലായിരിക്കും രണ്ട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജുകൾ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ചുറ്റുമുള്ള ഈക്വൈ പൊട്ടൻഷ്യൽ സർഫസുകൾ അലൈൻ ചെയ്യുക. പ്രോപ്പർട്ടി 4. ഈക്വൈ പൊട്ടൻഷ്യൽ സർഫസ് ഓഫ് ടു ഈക്വൽ പോസിറ്റീവ് ചാർജസ് ഓർ ടു ഈക്വൽ നെഗറ്റീവ് ചാർജസ്. അതായത് നമ്മുടെ കയ്യിലുള്ള രണ്ട് ചാർജുകളും പോസിറ്റീവ് ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള രണ്ട് ചാർജുകളും നെഗറ്റീവ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ രണ്ട് ചാർജുകളുടെയും ഇടയിലുള്ള അല്ലെങ്കിൽ ആ രണ്ട് ചാർജുകൾക്കും ചുറ്റുമുള്ള ഈക്വൈ പൊട്ടൻഷ്യൽ സർഫസുകൾ ഏത് രീതിയിലായിരിക്കും അലൈൻ ചെയ്യുക? ആദ്യമായി നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് രണ്ട് പോസിറ്റീവ് ചാർജുകളെയാണ്. ഇതും പോസിറ്റീവ് ചാർജാണ്, ഇതും പോസിറ്റീവ് ചാർജാണ്. രണ്ടാമത് നമ്മൾ ഇതൊരു നെഗറ്റീവ് ചാർജും ഇതും ഒരു നെഗറ്റീവ് ചാർജുമായിട്ടും കൺസിഡർ ചെയ്യും. ആദ്യമായി നമ്മൾ എടുക്കുന്നത് രണ്ട് ഈക്വൽ പോസിറ്റീവ് ചാർജുകളെയാണ്. അതായത് ഇത് +1 കൂളമാണെങ്കിൽ ഇതും +1 കൂളം തന്നെയാണ്. അവർക്ക് ചുറ്റുമുള്ള ഈക്വൈ പൊട്ടൻഷ്യൽ സർഫസുകൾ രണ്ടുപേരെയും അടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഏത് രീതിയിലായിരിക്കും അലൈൻ ചെയ്യുക എന്നാണ് പറയാൻ പോകുന്നത്. നോക്കുക, പോസിറ്റീവ് ചാർജിന് ചുറ്റും കുറച്ച് ഈക്വൈ പൊട്ടൻഷ്യൽ സർഫസുകൾ നമ്മൾ വരച്ചിട്ടുണ്ട്. എല്ലാം സ്ഫെറിക്കൽ സർഫസുകൾ തന്നെയാണ്, പക്ഷേ കോൺസെൻട്രിക് സ്ഫെറിക്കൽ സർഫസുകൾ അല്ല. ഇവിടെയും പോസിറ്റീവ് ചാർജിന് ചുറ്റും കുറച്ച് ഈക്വൈ പൊട്ടൻഷ്യൽ സർഫസുകൾ വരച്ചിട്ടുണ്ട്. അതും സ്ഫെറിക്കൽ ഷേപ്പാണ്, പക്ഷേ കോൺസെൻട്രിക് സ്ഫിയേഴ്സ് അല്ല. ഇതും പോസിറ്റീവ്, ഇതും പോസിറ്റീവ്, രണ്ട് പോസിറ്റീവ് ചാർജുകളും അടുത്തു കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർ റിപ്പൽ ചെയ്യും, അവർ വികർഷിക്കും. അതുകൊണ്ട് ആ ഒരു വികർഷണ സ്വഭാവം നമ്മൾ ഈക്വൈ പൊട്ടൻഷ്യൽ സർഫസുകളിലും റെപ്രസെൻറ്റ് ചെയ്യുന്നു. രണ്ട് ചാർജുകളും രണ്ട് സൈഡിലേക്ക് വികർഷിക്കുന്നത് പോലെയാണ് നമ്മൾ ഈക്വൈ പൊട്ടൻഷ്യൽ സർഫസുകൾ വരച്ചിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് ഈക്വൈ പൊട്ടൻഷ്യൽ സർഫസുകൾ തമ്മിലുള്ള ഗ്യാപ്പ് കുറവാണ്, ഈ ഒരു ഭാഗത്ത് ഈക്വൈ പൊട്ടൻഷ്യൽ സർഫസുകൾ തമ്മിലുള്ള ഗ്യാപ്പ് കൂടുതലാണ്. ഇവിടെയും അങ്ങനെ തന്നെയാണ്. ഈ ഒരു ഭാഗത്ത് ഈക്വൈ പൊട്ടൻഷ്യൽ സർഫസുകൾ തമ്മിലുള്ള ഗ്യാപ്പ് കൂടുതലാണ്. നമ്മുടെ റൈറ്റ് സൈഡിലെ ഈക്വൈ പൊട്ടൻഷ്യൽ സർഫസുകൾ തമ്മിലുള്ള ഗ്യാപ്പ് കുറവാണ്. ഈ രീതിയിലായിരിക്കും രണ്ട് പോസിറ്റീവ് ചാർജുകൾ അടുത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർക്ക് ചുറ്റുമുള്ള ഈക്വൈ പൊട്ടൻഷ്യൽ സർഫസുകൾ അലൈൻ ചെയ്യുക.
ഇതേ രീതിയിൽ തന്നെയായിരിക്കും രണ്ട് നെഗറ്റീവ് ചാർജുകൾ അടുത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാലും അവരുടെ ഈക്വൽ പൊട്ടൻഷ്യൽ സർഫസുകൾ അലൈൻ ചെയ്യുക. രണ്ടും ഈക്വൽ ചാർജുകൾ ആയതുകൊണ്ട് ഇത് -1 കൂളം ആണെങ്കിൽ ഇതും -1 കൂളം തന്നെയാണ്. രണ്ട് സെയിം ചാർജുകളാണ്, അവരെന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. ആ ഒരു റിപ്പൾഷൻ നമ്മൾ ഈക്വൽ പൊട്ടൻഷ്യൽ സർഫസുകൾ വഴി റെപ്രസെൻറ്റ് ചെയ്യുന്നു. രണ്ട് നെഗറ്റീവ് ചാർജുകൾ റിപ്പൽ ചെയ്യുന്നത് പോലെയാണ് നമ്മൾ ഈക്വൽ പൊട്ടൻഷ്യൽ സർഫസുകളും വരച്ചിരിക്കുന്നത്. ഈ രീതിയിലാണ് രണ്ട് പോസിറ്റീവ് ചാർജുകൾ അതുമല്ലെങ്കിൽ രണ്ട് നെഗറ്റീവ് ചാർജുകൾ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ചുറ്റുമുള്ള ഈക്വൽ പൊട്ടൻഷ്യൽ സർഫസുകൾ അലൈൻ ചെയ്യുക. ഫിഫ്ത്ത് പ്രോപ്പർട്ടി, ഈക്വൽ പൊട്ടൻഷ്യൽ സർഫസ് ഫോർ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. അതായത് നമ്മുടെ കയ്യിൽ ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെങ്കിൽ, എന്താണ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എന്ന് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും ഒരു സിസ്റ്റത്തിൽ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണ് എന്ന് പറയുകയാണെങ്കിൽ ആ സിസ്റ്റത്തിൽ ഏതൊക്കെ പോയിന്റുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ആ പോയിന്റുകളിലെ ഒക്കെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഒന്ന് തന്നെ ആയിരിക്കണം. അങ്ങനെയെങ്കിൽ ആ സിസ്റ്റത്തിലുള്ള ഇലക്ട്രിക് ഫീൽഡ് യൂണിഫോം ആണെന്ന് പറയാം. ഇലക്ട്രിക് ഫീൽഡ് ലൈനുകൾ ഉപയോഗിച്ച് എങ്ങനെ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിനെ റെപ്രസെൻറ്റ് ചെയ്യാം എന്നും നമ്മൾ മുന്നേ കണ്ടിട്ടുള്ളതാണ്. പാരലൽ സ്ട്രെയിറ്റ് ലൈൻസ് വരച്ചു കഴിഞ്ഞാൽ അതൊരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡാണ്. ഇവിടെ ഞാൻ 4 പാരലൽ സ്ട്രെയിറ്റ് ലൈൻസ് വരച്ചിട്ടുണ്ട്. അത് ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ടാണ്. നമ്മുടെ ലെഫ്റ്റ് ഭാഗത്ത് നിന്ന് റൈറ്റ് ഭാഗത്തേക്കാണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. ഈ ഇലക്ട്രിക് ഫീൽഡിൽ ഉള്ള ഈക്വൽ പൊട്ടൻഷ്യൽ സർഫസുകൾ ഏത് രീതിയിലായിരിക്കും അലൈൻ ചെയ്യുക? ഈ ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് പോകുന്നത് റൈറ്റിലേക്കാണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി റൈറ്റിലേക്ക് ഇലക്ട്രിക് ഫീൽഡ് പോകണമെങ്കിൽ ഒരു പോസിറ്റീവ് ചാർജ് വേണമെങ്കിൽ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കൺസിഡർ ചെയ്യാം. അതായത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ് എന്ന് പറയുന്നത് കൊണ്ട് വേണമെങ്കിൽ ഒരു പോസിറ്റീവ് ചാർജ് നമ്മുടെ ലെഫ്റ്റിലിരിക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ചാർജ് റൈറ്റ് സൈഡിൽ ഇരിക്കുന്നുണ്ട് എന്നും കൺസിഡർ ചെയ്യാം. ആ ഇരിക്കുന്ന പോസിറ്റീവ് ചാർജോ അതല്ലെങ്കിൽ നെഗറ്റീവ് ചാർജോ ആ ചാർജ് ഇരിക്കുന്ന പൊസിഷൻ വളരെ വളരെ ദൂരെ ആയിരിക്കണം. കാരണം അതിൽ നിന്ന് വരുന്നത് മുഴുവൻ പാരലൽ ഇലക്ട്രിക് ഫീൽഡ് ലൈനുകളാണ്. ഇങ്ങനെ കൺസിഡർ ചെയ്യാൻ നമുക്ക് ഒരു പോസിറ്റീവ് ചാർജ് നമ്മുടെ ഇടതുഭാഗത്ത് വളരെ ദൂരെയായി വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് വരുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈനുകൾ പാരലലാണ്. അങ്ങനെയെങ്കിൽ ഇത്രയും ഭാഗത്തെ ഇലക്ട്രിക് ഫീൽഡ് യൂണിഫോമാണ്. ഈ ഇലക്ട്രിക് ഫീൽഡിലെ ഈക്വൽ പൊട്ടൻഷ്യൽ സർഫസുകൾ ഏത് രീതിയിലായിരിക്കും അലൈൻ ചെയ്യുക? എല്ലാം പ്ലെയിനുകളാണ്, പാരലൽ പ്ലെയിനുകളാണ്. എങ്ങനെയാണ് പ്ലെയിനുകൾ കിട്ടിയത് എന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാനൊരു ടെക്സ്റ്റ് ബുക്ക് എടുക്കുന്നു. ഇതൊരു ടെക്സ്റ്റ് ബുക്കാണ്. എൻ്റെ റൈറ്റ് സൈഡിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ റൈറ്റ് സൈഡിൽ ഞാനൊരു പോസിറ്റീവ് ചാർജിന് വെച്ചിട്ടുണ്ട്. വളരെ ദൂരെയാണ് പോസിറ്റീവ് ചാർജ്. എങ്കിൽ മാത്രമേ അതിൽ നിന്ന് വരുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈനുകൾ പാരലൽ ആയിരിക്കുകയുള്ളൂ. വളരെ ദൂരെ ഒരു പോസിറ്റീവ് ചാർജിന് വെച്ചിരിക്കുന്നു. ഈ ഒരു പോയിന്റ് നിങ്ങൾക്കൊരു കാണാം. ഈ ഒരു പോയിന്റ് എങ്ങനെയാണ് പിടിച്ചിരിക്കുന്നത്? ഇലക്ട്രിക് ഫീൽഡ് ലൈനുകൾ എൻ്റെ വലതുഭാഗത്ത് നിന്ന് എൻ്റെ റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് പോകുന്നത്. അങ്ങനെയെങ്കിൽ ഈ ഒരു ഭാഗം കൺസിഡർ ചെയ്യുക. ടെക്സ്റ്റ് ബുക്കിൻ്റെ ഈ ഒരു ഭാഗം നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ടെക്സ്റ്റ് ബുക്കിൻ്റെ ഈ ഒരു പോയിന്റിൽ ഞാൻ കാണിച്ചു തരാം. ഈ ഒരു പോയിന്റിൽ ഇങ്ങനെയാണ് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഈ ഒരു പോയിന്റിൽ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാകും. എത്ര വേണമെങ്കിലും ആയിക്കൊള്ളട്ടെ. ഇതേ പൊട്ടൻഷ്യൽ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഈ ഒരു പ്ലെയിനിൽ ഏത് ഭാഗത്തെ പോയിന്റ് എടുത്തു കഴിഞ്ഞാലും, ഇങ്ങനെ പിടിച്ച് കാണിക്കുകയാണെങ്കിൽ ഏത് ഭാഗത്തെ പോയിന്റുകൾ എടുത്തു കഴിഞ്ഞാലും സെയിം പൊട്ടൻഷ്യൽ തന്നെ ആയിരിക്കും. അതായത് ഇലക്ട്രിക് ഫീൽഡ് ലൈനുകൾക്ക് പെർപെൻഡിക്കുലറായി ഞാൻ ഒരു പ്ലെയിൻ എടുത്തു കഴിഞ്ഞാൽ ആ പ്ലെയിനിലെ ഏതൊക്കെ പോയിന്റുകൾ നമ്മൾ എടുത്തു കഴിഞ്ഞാലും ആ പോയിന്റുകളിലെ മുഴുവൻ പൊട്ടൻഷ്യൽ സെയിം തന്നെയായിരിക്കും. അങ്ങനെയാണെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൻ്റെ വലതുഭാഗത്ത് ഈ ഒരു പ്ലെയിൻ ഒരു ഈക്വൽ പൊട്ടൻഷ്യൽ സർഫസ് ആണ്. ഒരല്പം മാറി ഞാൻ വീണ്ടും ഇതേ പ്ലെയിൻ തന്നെ കൺസിഡർ ചെയ്യുന്നു. അതേപോലെ എൻ്റെ റൈറ്റ് സൈഡിൽ വെച്ചിരിക്കുന്ന ആ പോസിറ്റീവ് ചാർജ് കാരണം ഈ പ്ലെയിനിൽ ഈ ഒരു പോയിന്റിൽ ഒരു പൊട്ടൻഷ്യൽ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടാവും. അതേ പൊട്ടൻഷ്യൽ തന്നെയായിരിക്കും ഈ പ്ലെയിനിലെ ഏതൊരു പോയിന്റ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക. ഇനി ഈ പ്ലെയിനെ ഞാൻ ഒരല്പം വീണ്ടും എൻ്റെ ഇടതുഭാഗത്തേക്ക് നീക്കി. ഇതേ പ്ലെയിൻ തന്നെ എടുക്കുന്നു. ഒരല്പം ഡിസ്റ്റൻസ് കൂടുതലാണ്. എൻ്റെ റൈറ്റ് സൈഡിൽ നിന്ന് ഒരല്പം ഡിസ്റ്റൻസ് കൂടുതലാണ്. അങ്ങനെയെങ്കിൽ ഏത് പോയിന്റ് എടുത്ത് നോക്കി കഴിഞ്ഞാലും ഈ ഒരു പ്ലെയിനിൽ ഏതൊക്കെ പോയിന്റ് എടുത്ത് നോക്കി കഴിഞ്ഞാലും ആ പോയിന്റുകളിൽ ഒക്കെ എൻ്റെ വലതുഭാഗത്തിരിക്കുന്ന ആ സോഴ്സ് ചാർജ് കാരണം ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ സെയിം തന്നെ ആയിരിക്കും.
അങ്ങനെയെങ്കിൽ ആദ്യം നമ്മളെടുത്ത പ്ലെയിനും രണ്ടാമത് നമ്മളെടുത്ത പ്ലെയിനും മൂന്നാമത് നമ്മളെടുത്ത പ്ലെയിനും മുഴുവൻ ഈക്വൈ പൊട്ടൻഷ്യൽ സർഫസുകൾ ആണ്. ആ ഒരു ഓറിയൻറ്റേഷനാണ് നമ്മൾ നമ്മുടെ ബോർഡിൽ വരച്ചിരിക്കുന്നത്. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ഇലക്ട്രിക് ഫീൽഡ് പോകുന്നത് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡാണ്. പാരലൽ സ്ട്രേറ്റ് ലൈൻസ് ആണ് വരച്ചിരിക്കുന്നത്. പാരലലായിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് ലൈനുകളാണ് വരച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ഉള്ള ഈക്വൈ പൊട്ടൻഷ്യൽ സർഫസുകൾ മുഴുവൻ പ്ലെയിൻ ആയിരിക്കും, പാരലൽ പ്ലെയിനുകൾ ആയിരിക്കും. എത്ര പ്ലെയിനുകൾ വരയ്ക്കാൻ പറ്റും? എത്ര വേണമെങ്കിലും പ്ലെയിനുകൾ നിങ്ങൾക്ക് ഈ ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ വരയ്ക്കാനായി സാധിക്കും. ഇതാണ് ഈക്വൈ പൊട്ടൻഷ്യൽ സർഫസ് ഫോർ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. പ്രോപ്പർട്ടി 6. ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഓൾവേസ് നോർമൽ ടു ദ ഈക്വൈ പൊട്ടൻഷ്യൽ സർഫസ് അറ്റ് എവറി പോയിന്റ്. അതായത് നമ്മളൊരു ചാർജ് എടുക്കുന്നു. ഞാനൊരു പോസിറ്റീവ് ചാർജ് എടുക്കുകയാണ്. ഒരു പോസിറ്റീവ് ചാർജാണ്. അതിന് ചുറ്റും നമുക്ക് ഒരുപാട് ഈക്വൈ പൊട്ടൻഷ്യൽ സർഫസുകൾ വരയ്ക്കാനായിട്ട് പറ്റും. ഇതൊരു ഐസൊലേറ്റഡ് ചാർജാണ്, പോസിറ്റീവ് ചാർജാണ്, ഒരു പോയിന്റ് ചാർജാണ്. അതിന് ചുറ്റും നമുക്ക് ഒരുപാട് ഈക്വൈ പൊട്ടൻഷ്യൽ സർഫസുകൾ വരയ്ക്കാനായി സാധിക്കും. ഏറ്റവും ആദ്യത്തെ ഈക്വൈ പൊട്ടൻഷ്യൽ സർഫസ് ഒരു സ്ഫെറിക്കൽ സർഫസ് ആയിരിക്കും. ഞാനത് ഈ രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഏറ്റവും ആദ്യത്തെ ഈക്വൈ പൊട്ടൻഷ്യൽ സർഫസ് ആണെന്ന് വിചാരിക്കാം. അതിന് ചുറ്റും വീണ്ടും നമുക്ക് ഒരുപാട് സ്ഫിയറുകൾ വരയ്ക്കാനായി സാധിക്കും. ആ സ്ഫിയറുകൾ മുഴുവൻ ഈക്വൈ പൊട്ടൻഷ്യൽ സർഫസുകൾ തന്നെയാണ്. ഇനി ഇതൊരു പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് ലൈനുകൾ ഏത് രീതിയിലായിരിക്കും ഈ പോസിറ്റീവ് ചാർജിൽ നിന്ന് പോവുക? ഓൾവേസ് എവേ ഫ്രം പോസിറ്റീവ് ചാർജ്. ഞാൻ 4 ഇലക്ട്രിക് ഫീൽഡ് ലൈനുകൾ മാത്രമേ വരയ്ക്കുന്നുള്ളൂ. ഈ രീതിയിലായിരിക്കും ഇലക്ട്രിക് ഫീൽഡ്, അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈനുകൾ പോസിറ്റീവ് ചാർജിൽ നിന്ന് പുറത്തേക്ക് പോവുക. നെഗറ്റീവ് ചാർജ് ആയിരുന്നെങ്കിൽ ഇതേ രീതിയിൽ തന്നെ നമ്മൾ ഉള്ളിലേക്ക് ആരോ ഇട്ട് കൊടുത്താൽ മതി, ടുവേഴ്സ് ദ നെഗറ്റീവ് ചാർജ്. ഇത് പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് എവേ ഫ്രം പോസിറ്റീവ് ചാർജ് ആണ് ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ എന്ത് ചെയ്യണം? ഇതേ രീതിയിൽ നിങ്ങൾ സ്ട്രെയിറ്റ് ലൈൻസ് വരയ്ക്കുക, പക്ഷേ ആരോ ഡയറക്ഷൻ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക. ടുവേഴ്സ് ദ നെഗറ്റീവ് ചാർജ് എന്നുള്ള രീതിയിൽ ഇട്ട് കൊടുക്കുക. നമ്മളിവിടെ എടുക്കുന്നത് ഒരു പോസിറ്റീവ് ചാർജാണ്. നിങ്ങൾ നോക്കൂ, ഇതാണ് നമ്മുടെ ഈ ഒരു സർക്കിൾ. ശരിക്കും ഇതൊരു സ്ഫിയർ ആണ്, എങ്കിൽ കൂടി സർക്കിളാണ് വരച്ചിരിക്കുന്നത്. ഈ ഒരു സർക്കിളാണ് അല്ലെങ്കിൽ ഈ ഒരു സ്ഫിയർ ആണ് നമ്മുടെ കയ്യിലുള്ള ഈക്വൈ പൊട്ടൻഷ്യൽ സർഫസ്. ആ ഈക്വൈ പൊട്ടൻഷ്യൽ സർഫസിന് എപ്പോഴും നോർമലായിട്ടായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈനുകൾ പോവുക. ഞാൻ നേരത്തെ നിങ്ങളൊരു ബോൾ പരിചയപ്പെടുത്തിയിരുന്നു. ഇതാണ് നമ്മുടെ ബോൾ. അതായത് ഈ ഒരു ബോളിൻ്റെ സർഫസ് എന്ന് പറയുന്നത് എന്താണ്? ഈക്വൈ പൊട്ടൻഷ്യൽ സർഫസ് ആണ്. ആ ബോളിൻ്റെ ഉള്ളിൽ, ആ ബോളിൻ്റെ സെൻറ്ററിൽ നമ്മളൊരു ചാർജ് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇമാജിൻ നമ്മൾ വെച്ചിരിക്കുന്നത് ഒരു പോസിറ്റീവ് ചാർജാണ്. പോസിറ്റീവ് ചാർജ് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചാർജിൽ നിന്ന് ഇതിൻ്റെ സർഫസിലേക്കുള്ള ഡിസ്റ്റൻസ് എല്ലാ പോയിന്റിലും സെയിം തന്നെയാണ്. അതുകൊണ്ട് തന്നെ പൊട്ടൻഷ്യലും സെയിം ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ഫിയറിൻ്റെ സർഫസിനെ നമുക്ക് ഒരു ഈക്വൈ പൊട്ടൻഷ്യൽ സർഫസ് ആയിട്ട് പരിഗണിക്കാം. ഇനി നടുക്കിൽ വെച്ചിരിക്കുന്നത് പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് എപ്പോഴും ഇലക്ട്രിക് ഫീൽഡ് പുറത്തേക്കായിരിക്കും പോവുക. അതേപോലെ തന്നെ ഈ സർഫസിന് നോർമൽ ആയിട്ടായിരിക്കും പോവുക. ഈ സർഫസിലെ ഏതൊക്കെ പോയിന്റുകൾ നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും ആ പോയിന്റിലെ, ആ ഈക്വൈ പൊട്ടൻഷ്യൽ സർഫസിലെ ആ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് എപ്പോഴും ആ പോയിന്റിന് നോർമൽ ആയിട്ടായിരിക്കും പോവുക. ഇതാണ് നമ്മുടെ 6th പ്രോപ്പർട്ടി. ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഓൾവേസ് നോർമൽ ടു ദ ഈക്വൈ പൊട്ടൻഷ്യൽ സർഫസ് അറ്റ് എവറി പോയിന്റ്. ഏതൊക്കെ പോയിന്റുകൾ നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും ആ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ആ പോയിന്റിന് അതല്ലെങ്കിൽ ആ സർഫസിന് നോർമൽ ആയിരിക്കും. പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് ഔട്ട്വേർഡ് ആയിരിക്കും. നെഗറ്റീവ് ചാർജ് ആയിരുന്നെങ്കിൽ ഇൻ ടു ദ നെഗറ്റീവ് ചാർജ് ആണ്. അപ്പോഴും നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിക്ക് മാറ്റം വരികയില്ല. നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ കൂടി ഇലക്ട്രിക് ഫീൽഡ് ആ ഈക്വൈ പൊട്ടൻഷ്യൽ സർഫസിന് നോർമൽ ആയിട്ടായിരിക്കും, പക്ഷേ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഉള്ളിലേക്കായിരിക്കും എന്ന് മാത്രം. ഇനി അടുത്ത പ്രോപ്പർട്ടി, നോ ടു ഈക്വൈ പൊട്ടൻഷ്യൽ സർഫേസസ്. No two equipotential surfaces can intersect each other. അതായത് 2 ഈക്വൈപൊട്ടൻഷ്യൽ സർഫസുകൾക്ക് ഒരിക്കലും ഇൻ്റർസെക്റ്റ് ചെയ്യാനായി സാധിക്കുകയില്ല. ഇനി ഇൻ്റർസെക്റ്റ് ചെയ്താലോ എന്ത് സംഭവിക്കും? എന്തുകൊണ്ടാണ് 2 ഈക്വൈപൊട്ടൻഷ്യൽ സർഫസുകൾ ഇൻ്റർസെക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത്? നോക്കാം. ഞാൻ ഒരു ഈക്വൈപൊട്ടൻഷ്യൽ സർഫസ് എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ 1ാമത്തെ ഈക്വൈപൊട്ടൻഷ്യൽ സർഫസ് ആണ്. ഇത് 2ാമത്തെ ഈക്വൈപൊട്ടൻഷ്യൽ സർഫസ്. നമുക്കറിയാവുന്നതുപോലെ ഈക്വൈ പൊട്ടൻഷ്യൽ സർഫസിലെ ഏതൊക്കെ പോയിന്റുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും അവിടെയൊക്കെ ഒരേ പൊട്ടൻഷ്യൽ തന്നെയായിരിക്കും. ഞാൻ വിചാരിക്കുന്നത്
ഈ ഒരു ഈക്വൈ പൊട്ടൻഷ്യൽ സർഫസിലെ ഏതെങ്കിലും ഒരു പോയിന്റ് ഞാൻ കൺസിഡർ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത് 2 വോൾട്ട് ആണ്. ഒരു ഇമാജിനേഷനാണ്. ഈക്വൈ പൊട്ടൻഷ്യൽ സർഫസിലെ ഏതോ ഒരു പോയിന്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ ആ പോയിന്റിലെ പൊട്ടൻഷ്യൽ 2 വോൾട്ട് ആണ്. അങ്ങനെയെങ്കിൽ ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും ആദ്യത്തെ ഈ ഒരു ഈക്വൈ പൊട്ടൻഷ്യൽ സർഫസിലെ ഏതൊക്കെ പോയിന്റുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അവിടെയൊക്കെ പൊട്ടൻഷ്യൽ 2 വോൾട്ട് തന്നെയായിരിക്കും. ഇത് മറ്റൊരു ഈക്വൈ പൊട്ടൻഷ്യൽ സർഫസ് ആണ്. ആ സർഫസിലെ ഒരു പോയിന്റ് ഞാൻ എടുത്തു നോക്കിക്കഴിഞ്ഞപ്പോൾ അവിടുത്തെ പൊട്ടൻഷ്യൽ 3 വോൾട്ട് ആയിരുന്നു. അങ്ങനെയെങ്കിൽ ഈ ഈക്വൈ പൊട്ടൻഷ്യൽ സർഫസിൻ്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 2 വോൾട്ടും രണ്ടാമത്തെ ഈക്വൈ പൊട്ടൻഷ്യൽ സർഫസിൻ്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 3 വോൾട്ടുമാണ്. നമ്മൾ വിചാരിക്കുന്നു 2 ഈക്വൈ പൊട്ടൻഷ്യൽ സർഫസുകളും തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നു. അതായത് പി എന്ന് പറയുന്ന പോയിന്റിലും ക്യൂ എന്ന് പറയുന്ന പോയിന്റിലും ഈ 2 ഈക്വൈ പൊട്ടൻഷ്യൽ സർഫസുകൾ കൂട്ടിമുട്ടുന്നുണ്ട്, ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയെങ്കിൽ പി എന്ന് പറയുന്ന പോയിന്റിലെ പൊട്ടൻഷ്യൽ എത്രയായിരിക്കും? നമുക്ക് പറയാൻ സാധിക്കുമോ പി എന്ന് പറയുന്ന പോയിന്റിലെ പൊട്ടൻഷ്യൽ 2 വോൾട്ട് ആണെന്ന്? ഒരിക്കലും പറ്റില്ല. കാരണം പി എന്ന് പറയുന്ന പോയിന്റിൽ ഏത് ഈക്വൈ പൊട്ടൻഷ്യൽ സർഫസും കൂടി കടന്നു പോകുന്നുണ്ട്? 3 വോൾട്ട് പൊട്ടൻഷ്യലുള്ള ഈക്വൈ പൊട്ടൻഷ്യൽ സർഫസും കൂടി പി എന്ന് പറയുന്ന പോയിന്റിൽ കൂടി കടന്നു പോകുന്നുണ്ട്. അതായത് പി എന്ന് പറയുന്ന പോയിന്റിൽ നമുക്ക് 2 പൊട്ടൻഷ്യൽ പറയേണ്ടി വരും. ഒന്നില്ലെങ്കിൽ 2 വോൾട്ട്, അതല്ലെങ്കിൽ 3 വോൾട്ട്. അത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. ഒരു പോയിന്റിൽ ഒരു പൊട്ടൻഷ്യൽ മാത്രമേ നമുക്ക് ഉണ്ടായിരിക്കുകയുള്ളൂ. ഈക്വൈ പൊട്ടൻഷ്യൽ സർഫസുകൾ ഇൻ്റർസെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിൽ 2 പൊട്ടൻഷ്യൽ നമുക്ക് പറയേണ്ടി വരും. അത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. പി എന്ന് പറയുന്ന പോയിന്റിലും ക്യൂ എന്ന് പറയുന്ന പോയിന്റിലും 2 വോൾട്ട് ആണോ 3 വോൾട്ട് ആണോ എന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല. പക്ഷേ നമ്മുടെ തിയറി അനുസരിച്ച് ഒരു പോയിന്റിൽ ഒരു പൊട്ടൻഷ്യൽ മാത്രമേ പറ്റൂ. ഇൻ്റർസെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റുകളിൽ 2 പൊട്ടൻഷ്യലിന് പോസിബിലിറ്റി ഉണ്ടാകും. അതുകൊണ്ട് അത് പ്രാക്ടിക്കലി പോസിബിൾ അല്ലാത്തതുകൊണ്ട് ഒരിക്കലും 2 ഈക്വൈ പൊട്ടൻഷ്യൽ സർഫസുകൾ ഇൻ്റർസെക്റ്റ് ചെയ്യുകയില്ല. No 2 equipotential surfaces can intersect each other. Eighth property. Equipotential surfaces are closer together in the regions of strong field, that is strong electric field, and farther apart in the regions of weak field. എന്താണ് 8th പ്രോപ്പർട്ടി കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ കയ്യിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ചാർജ് ഉണ്ടെങ്കിൽ അതിന് ചുറ്റും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായിരിക്കും. അങ്ങനെയെങ്കിൽ ആ ചാർജിന് ചുറ്റുമുള്ള ഈക്വൈ പൊട്ടൻഷ്യൽ സർഫസുകൾ മുഴുവൻ വളരെയധികം ക്രൗഡഡ് ആയിരിക്കും. നോക്കാം, ഒരു എക്സാമ്പിൾ നോക്കാം. ഇതിൻ്റെ ഉള്ളിൽ നെഗറ്റീവ് ചാർജോ പോസിറ്റീവ് ചാർജോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വയ്ക്കാം. വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ചാർജാണ്, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് വളരെയധികം കൂടുതലുമാണെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ അതിന് ചുറ്റുമുള്ള ഇലക്ട്രിക് ഫീൽഡ് വളരെയധികം ശക്തമായിരിക്കും, സ്ട്രോങ് ഇലക്ട്രിക് ഫീൽഡ് ആയിരിക്കും. ആ സ്ട്രോങ് ഇലക്ട്രിക് ഫീൽഡിലുള്ള ഈക്വൈ പൊട്ടൻഷ്യൽ സർഫസുകൾ മുഴുവൻ വളരെയധികം അടുത്തായിരിക്കും, ക്ലോസർ ടുഗദർ. ഈക്വൈ പൊട്ടൻഷ്യൽ സർഫേസസ് ആർ ക്ലോസർ ടുഗദർ. എവിടെയാണ്? സ്ട്രോങ് ഇലക്ട്രിക് ഫീൽഡിൽ. സ്ട്രോങ് ഇലക്ട്രിക് ഫീൽഡിലുള്ള ഈക്വൈ പൊട്ടൻഷ്യൽ സർഫസുകൾ മുഴുവൻ വളരെയധികം ക്ലോസർ ആയിരിക്കും, ക്ലോസർ ടുഗദർ ആയിരിക്കും. പക്ഷേ നമ്മൾ വളരെയധികം വീക്കായിട്ടുള്ള ഒരു ഇലക്ട്രിക് ഫീൽഡാണ് എടുക്കുന്നതെങ്കിലോ, അതായത് മാഗ്നിറ്റ്യൂഡ് വളരെയധികം കുറഞ്ഞ ഒരു ചാർജ് ആണെങ്കിൽ ആ ചാർജിന് ചുറ്റുമുള്ള ഇലക്ട്രിക് ഫീൽഡ് താരതമ്യേന കുറവായിരിക്കും. അത്തരത്തിൽ വീക്കായിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡിലാണ് നമ്മൾ ഈക്വൈ പൊട്ടൻഷ്യൽ സർഫസുകൾ വരയ്ക്കുന്നതെങ്കിൽ ഈക്വൈ പൊട്ടൻഷ്യൽ സർഫസുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഒരല്പം കൂടുതലായിരിക്കും. അതായത് ഫർദർ എപ്പാർട്ട് ഇൻ ദ റീജിയൻസ് ഓഫ് വീക്ക് ഫീൽഡ്. നമുക്ക് തന്നിരിക്കുന്ന അതിൽ നമ്മുടെ കയ്യിലുള്ള ഈക്വൈ പൊട്ടൻഷ്യൽ സർഫസുകൾ വളരെയധികം ക്ലോസർ ആണെങ്കിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം ആ ഭാഗത്തുള്ള ഇലക്ട്രിക് ഫീൽഡ് സ്ട്രോങ്ങർ ആണ്. നമ്മുടെ കയ്യിലുള്ള ഈക്വൈ പൊട്ടൻഷ്യൽ സർഫസുകൾ വളരെയധികം അകന്നിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം ആ ഭാഗത്തെ ഇലക്ട്രിക് ഫീൽഡ് വളരെയധികം വീക്കറാണ്. ഇതാണ് നമ്മുടെ 8th പ്രോപ്പർട്ടി. ഒന്നും കൂടി നോക്കാം. ഈക്വൈ പൊട്ടൻഷ്യൽ സർഫസസ് ആർ ക്ലോസർ ടുഗദർ. വളരെ വളരെ അടുത്താണ്. ഏത് റീജിയനുകളിലെ? സ്ട്രോങ് ഇലക്ട്രിക് ഫീൽഡ് ഉള്ള റീജിയനുകളിലെ. ഇനി ഫാർദർ എപ്പാർട്ട് ഇൻ ദ റീജിയൻസ് ഓഫ് വീക്ക് ഫീൽഡ്. നമ്മുടെ കയ്യിലുള്ള ഇലക്ട്രിക് ഫീൽഡ് വളരെയധികം വീക്കാണെങ്കിൽ അവിടെ നമ്മൾ ഈക്വൈ പൊട്ടൻഷ്യൽ സർഫസുകൾ നോക്കിക്കഴിഞ്ഞാൽ ഈക്വൈ പൊട്ടൻഷ്യൽ സർഫസുകൾ തമ്മിലുള്ള ഗ്യാപ്പ് വളരെയധികം കൂടുതലും ആയിരിക്കും.